ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വിവിധ ലോകരാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ പ്രതികാര തീരുവകൾ അമേരിക്കൻ നിയമവ്യവസ്ഥയിലും അന്താരാഷ്ട്ര വ്യാപാര രംഗത്തും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വിഷയമായിരുന്നു. ഈ വിവാദ തീരുവകൾക്കെതിരായ കേസ് ഇപ്പോൾ US സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ കേസിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കേസിന്റെ വിധി ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി ലോകരാജ്യങ്ങൾക്ക് നിർണായകമാണ്. US ഭരണകൂടം തങ്ങൾ ഏർപ്പെടുത്തിയ പ്രതികാര തീരുവകളെ ന്യായീകരിച്ചുകൊണ്ട് കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളിൽ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ വികാസം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയാണ് ഈ തീരുവകൾ വിവിധ രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയത് എന്നതായിരുന്നു പ്രസിഡന്റ് ഭരണകൂടത്തിനു വേണ്ടി ഹാജരായ US സോളിസിറ്റർ ജനറൽ ജോൺ സൗറിന്റെ പ്രധാന വാദം. എന്നാൽ ഈ വാദങ്ങൾ എത്രത്തോളം അംഗീകരിക്കാനാവുന്നതാണെന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. നിയമപ്രകാരം നടപടിക്രമങ്ങൾ പാലിക്കാതെയും ഭരണകൂടത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തുമാണ് ഈ തീരുവകൾ നടപ്പിലാക്കിയതെന്ന വിമർശനമാണ് കോടതി നിരീക്ഷണങ്ങളിലൂടെ പരോക്ഷമായി പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ കാഴ്ചപ്പാടുകൾ നിയമപരമായ പിന്തുണയോടെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന അടിസ്ഥാന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്.